ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു സൈഡ് പ്ലീറ്റഡ് കുർത്തിയാണ് തയ്ക്കുന്നത്. അത് നമ്മൾ നൈറ്റി മെറ്റീരിയലാണ് തയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഡ്ത്ത് എത്ര കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കിട്ടുന്ന അനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നൊരു സൈഡിൽ മാത്രം പ്ലീറ്റഡ് ആയിട്ട് വരുന്ന ഒരു കുർത്തി. അപ്പം നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. ഇതാണ് ആ മെറ്റീരിയൽ, നൈറ്റി മെറ്റീരിയൽ. ഇത് നമുക്ക് വേണ്ട യോക്കും സ്ലീവും നമുക്ക് ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫുള്ള് അങ്ങ് നിവർത്തുക. നമ്മൾ ഫുള്ളേ നിവർത്തിയിട്ട് ഇതിൻ്റെ ഒരു ഭാഗം എടുക്കാം. വേണ്ടോ, ഇതിൻ്റെ ഒരു ഭാഗം എടുത്തു. അതിനെ നമുക്കങ്ങ് നാലായിട്ടങ്ങ് മടക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും കൂടെ ഒന്ന് നോക്കിക്കോണേ. ഇതിൻ്റെ ഡിസൈനും കൂടെ നോക്കിയിട്ട് വേണം മടക്കാനേ. ഓരോരുത്തരും എടുക്കുന്ന തുണിക്ക് ഓരോരോ ഡിസൈനായിരിക്കും. അപ്പോൾ ആ ഡിസൈൻ എങ്ങനെ വേണമെന്ന് നിങ്ങൾ തന്നെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഈ ഡിസൈന് ഇങ്ങനെയാണ് എനിക്ക് കിട്ടേണ്ടത്. ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം, പക്ഷേ എനിക്ക് ഇങ്ങനെ വേണം കിട്ടാനേ. അപ്പോൾ ആദ്യം ഞാൻ ഇത് ഇത്രയും പാട്ട് സ്ലീവിനായിട്ട് ഞാൻ അങ്ങ് എടുക്കുക. അപ്പോൾ എൻ്റെ സ്ലീവിൻ്റെ ലെങ്ത് ഞാൻ എടുക്കുന്നത് 14 ഇഞ്ചാണ്. 14 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്. അത് വെച്ച് ഞാനങ്ങ് കട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ വെച്ചങ്ങ് കട്ട് ചെയ്യാം. അപ്പം നമ്മുടെ സ്ലീവിനുള്ള ഇതായി. ഇനി നമുക്ക് അടുത്തത് യോക്കിനുള്ളതാണ് എടുക്കണ്ടേ. ഇനി നമുക്ക് വേണ്ടത് യോക്കാണ്. യോക്കിന് അപ്പം നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വയ്ക്കുന്ന ഒരു ഫോൾഡും കൂടെ ആക്കുക. ഒരു ഫോൾഡും കൂടെ ആക്കിയിട്ട് നമ്മുടെ ചെസ്റ്റ് എത്രയാണോ, അപ്പോൾ എൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. 40ൻ്റെ 4 എന്ന് പറയുന്നത് 10 ഇഞ്ച്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി 12 ഇഞ്ച്. അപ്പോൾ ആ 12 ഇഞ്ച് ഇത് കണ്ടോ, ഇപ്പോൾ കറക്റ്റ് 12 ഇഞ്ചുണ്ട്. അപ്പോൾ ഇത് ഞാൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണേ. അപ്പോൾ നിങ്ങൾ ഇട്ടേക്കുന്ന തുണി ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഇതെനിക്കിപ്പോൾ ഞാൻ നോക്കിയിട്ട് കുഴപ്പമില്ല എനിക്ക്. അപ്പോൾ നമുക്ക് ഇതിനുള്ളതായി. ബാക്കിയുള്ളത് നമുക്ക് സ്കേർട്ടിനും എടുക്കാമേ. ഇനി നമ്മൾ ഈ തുണിയിൽ നമ്മൾ ആദ്യം ഇത് യോക്കിൻ്റെ പീസല്ലേ, അപ്പം നമുക്ക് യോക്കിൻ്റെ അളവുകളെല്ലാം എടുക്കാം. ഞാനപ്പം യോക്കിന് കൊടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ച് ലെങ്താണേ. 15 ഇഞ്ച് ലെങ്ത്. അതൊന്ന് കട്ട് ചെയ്യാം. അപ്പം നമുക്ക് 15 ഇഞ്ച് ഇത്രയും മതി. 15 ഇഞ്ച്. അപ്പോൾ അതിൽ വന്ന ഭാഗം അങ്ങ് പോയി. ഇനി നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് 6.5 ഇഞ്ച്. 6.5 ഇഞ്ച് ഷോൾഡർ. താഴോട്ട് ഞാൻ 6.5 ഇഞ്ച് തന്നെ എടുക്കുവാണ്. 6.5 ഇഞ്ച് ആം ഹോളിൻ്റെ ലെങ്തായിട്ട് എടുത്തു. അതങ്ങ് നേരെ വരച്ചു. ഇനി എന്നിട്ട് എൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് 4/1 എന്ന് പറയുന്നത് 10 ഇഞ്ച്. 10 ഇഞ്ച് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ കറക്റ്റ് 12 ഉണ്ട്. എൻ്റെ വേസ്റ്റ് നമ്മൾ ലെങ്ത് എടുത്തിരുന്നല്ലോ. ഇവിടുത്തെ വേസ്റ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 9 ഇഞ്ച്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് 11 ഇഞ്ച്. അങ്ങനെ 11 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ഇതങ്ങ് കട്ട് ചെയ്തേക്കാമേ. എന്നിട്ട് നമുക്കിത് നല്ല ഷേപ്പിൽ കിടക്കാൻ 1 ഇഞ്ച് നമ്മളൊന്ന് കയറ്റി മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് ലെവലിൽ ഒന്ന് വരച്ചു കൊടുക്കുക. വരച്ചു കൊടുത്തിട്ട് അപ്പോൾ വേസ്റ്റിൻ്റെ 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി അവിടെ വരെയാണ്. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തു. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം.
ഇതിൻ്റെ മെറ്റീരിയൽ റയോണാണ്. അപ്പോൾ അതൊരു ഇച്ചിരി 3 ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത്. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഞാൻ ഇതിനകത്ത് തന്നെ അടയാളപ്പെടുത്താണ്. ബാക്കിന് ഞാൻ കൊടുക്കുന്ന നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 ഇഞ്ച്, ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചും കൊടുക്കുവാണ്. ഇവിടെയും 3 ഇഞ്ച് അതങ്ങ് വരച്ചേക്കാം. വരച്ചിട്ട് ഇനി നമുക്ക് ആം ഹോൾ കർവ് ഉപയോഗിച്ച് വരയ്ക്കണമെന്നുള്ളവർക്ക് ആം ഹോൾ കർവ് ഉപയോഗിച്ച് വരയ്ക്കാം. അല്ലാതെ കൈ വെച്ച് വരയ്ക്കുന്നവർക്ക് അങ്ങനെ വരയ്ക്കാം. എങ്ങനെ വേണേലും വരയ്ക്കാം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ കർവ് ഇത് വരയ്ക്കണമല്ലോ. ഇതിൻ്റെ 6.5 പകുതി എന്ന് പറയുന്നത് 3.25. അപ്പം അത് നമുക്ക് ആം ഹോൾ കർവ് വെച്ച് അങ്ങ് വരയ്ക്കാം. എന്നിട്ട് ആം ഹോൾ കർവ് വെച്ച് വരച്ചു. ഇനി നമുക്ക് ഇതിനകത്തിൽ ഫ്രണ്ടിൻ്റെ കൈക്കുഴിയും കൂടെ അങ്ങ് മാർക്ക് ചെയ്തേക്കാം. അപ്പോൾ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഈ ഒറ്റ തുണിയെ തന്നെ, ഫ്രണ്ടും ബാക്കും എല്ലാം നമുക്കപ്പോൾ ഒരൊറ്റ തുണിയെ തന്നെയായി. അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് നെക്ക്, ഇനി ബാക്കിലത്തെ ആം ഹോള്. എന്നിട്ട് ഇതിൻ്റെ ഇപ്പം മോൾ വശം ഫോൾഡ് ആയതുകൊണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്യണം. ഇനി എന്നിട്ട് ഇതിൻ്റെ അകത്തെ ആ തുണി അങ്ങ് മാറ്റണം. ബാക്കി നമ്മൾ വെട്ടിയല്ലോ, ഇതിൻ്റെ അകത്തെ അങ്ങ് മാറ്റി. ഇനി നമുക്ക് ഫ്രണ്ട് വെട്ടാം. ഫ്രണ്ടിങ്ങനെ ഇട്ടു. ഇനി നമുക്ക് ഫ്രണ്ട് വെട്ടാം. കറക്റ്റായിരിക്കണേ ഇടേണ്ടത്. ഫ്രണ്ട് വെട്ടാൻ ഇനി ഫ്രണ്ടിൻ്റെ കൈക്കുഴി വെട്ടാം. അപ്പം നമ്മൾ യോക്കിൻ്റെ ബാക്കും ഫ്രണ്ടും എല്ലാം വെട്ടിയെടുത്ത് ഇനി നമുക്ക് സ്ലീവ് വെട്ടാം. ഇനി നമ്മൾ സ്ലീവാണ് വെട്ടുന്നത്. ഇവിടുത്തെ സ്ലീവിൻ്റെ കറക്റ്റ് 9 ഇഞ്ച് തന്നെയുണ്ട്. ഇവിടെ 9 ഇഞ്ചാണ് എടുക്കുന്നത്. താഴോട്ട് 3 ഇഞ്ച്. എന്നിട്ട് നമുക്ക് ഇതിനകത്തിൽ സ്ലീവ് മാർക്ക് ചെയ്യുക. നമുക്കതിലേക്കുള്ള സ്ലീവ് മാർക്ക് ചെയ്യുക. താഴത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് അതിൻ്റെ തയ്യൽ തുമ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് വരയ്ക്കാം. അങ്ങനെ നമ്മുടെ സ്ലീവായി. ഇനി സ്ലീവിൻ്റെ കൈക്കുഴി ഒന്ന് വെട്ടണം. സ്ലീവിൻ്റെ കൈക്കുഴി മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു നടുവശം ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നമ്മളിത് നിവർത്തിയിടുക. നിവർത്തിയിട്ടിട്ട് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യണം. 1/2 ഇഞ്ച് ഇങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്യണം. 1/2 ഇഞ്ച് മാർക്കൊന്നും ചെയ്യണ്ട. ഇങ്ങനെ 1/2 ഇഞ്ച് അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ സ്ലീവും കഴിഞ്ഞു. ഇത് ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടി ഒരു മാർക്കിങ്ങും കൊടുക്കുക. ഇനി ബാക്കി വന്ന നമ്മൾ ക്ലോത്ത് എടുത്തിട്ട് നമ്മളിത് 4ആയിട്ട് മടക്കിയിട്ടുണ്ട്.
1 2 3 4. ഇതിപ്പം 2 ആയിട്ടുള്ള വേണ്ട, 2 3 4 അങ്ങനെ 4 മടക്കിയിട്ടാണ്. മടക്കിയിട്ടിട്ട് ഞാൻ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ ലെങ്ത്, ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്, വിഡ്ത്ത് എന്ന് പറയുന്നത് 20.5 ഇഞ്ച് കിട്ടുന്നുണ്ട് വിഡ്ത്ത്. അപ്പം നമുക്കിതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 34 ഇഞ്ച് മതി. 34 ഇഞ്ച്. അപ്പോൾ ഇവിടെ 35.5 ഇഞ്ചുണ്ട്. ഇത് ഞാനങ്ങ് എടുക്കുവാണേ. ഇത് ഇത്രയും കിട്ടുന്നുണ്ട്, 35 ഇഞ്ച് വേണമെങ്കിൽ കിട്ടുന്നുണ്ട്. അപ്പം 34 ആയാലും മതി. ഇനി നമുക്ക് ഇവിടുന്ന് പ്ലീറ്റ്സ് ഇടാനുള്ളത് എടുക്കാം. അപ്പോൾ 3.5 ഇഞ്ച് ഇവിടെ നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ബാക്കി നമ്മൾ ഈ സൈഡിലോട്ടുള്ളത് പ്ലീറ്റ്സ് ഇടുക. എന്നിട്ട് അപ്പോൾ സ്കേർട്ട് പാർട്ടിൽ നമ്മൾ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതുപോലെ ഈ യോക്കിൻ്റെ പാർട്ടിലും 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അവിടെ ഒരു 3.5 ഇഞ്ചാണെന്നറിയാൻ വേണ്ടി അവിടെ ഒരു ചെറിയൊരു കട്ടിങ്ങും കൊടുക്കണേ. ഈ ഭാഗത്തൊരു കട്ടിങ്ങും കൊടുക്കണം. അതേപോലെ നമ്മുടെ സ്കേർട്ട് പാർട്ടിലും ഒരു കട്ടിങ് കൊടുത്തേക്കണം, അല്ലെങ്കിൽ മാർക്ക് ചെയ്യണം. ഇങ്ങനെ എല്ലാ വശവും മാർക്ക് ചെയ്യണം, ഇതാണെന്ന് അറിയാൻ വേണ്ടി. എന്നിട്ട് ബാക്കി വരുന്നതെല്ലാം പ്ലീറ്റ്സ് കൊടുക്കാം. അപ്പം നമ്മുടെ കട്ടിങ്ങും മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മളിത് പ്ലീറ്റ്സ് കൊടുക്കുക ബാക്കിയുള്ള ഭാഗം. അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് സ്റ്റിച്ചിങ്ങിലോട്ട് പോകും. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാമേ. ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് നമ്മൾ സെൻറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ 7 ഇഞ്ചിന് നമ്മളൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ബാക്കി ഭാഗം നമുക്ക് പ്ലീറ്റ് ഇടാൻ വേണ്ടിയാണ്. അതേപോലെ നമ്മൾ യോക്കിൻ്റെ ഭാഗത്തും 2 ഭാഗത്തും 3.5 ഇഞ്ച് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ നിന്ന് 3.5 അങ്ങോട്ടും ഇങ്ങോട്ടും 3.5 വെച്ചിട്ട്, അപ്പോൾ 7 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ രീതി വരുന്ന വരെ നമുക്ക് പ്ലീറ്റ്സ് കൊടുക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ പ്ലീറ്റ്സ് കൊടുക്കണം. ഇതുപോലെ ഈ ഭാഗം വരെ പ്ലീറ്റ്സ് കൊടുക്കരുത്. സെൻറ്ററിൽ പ്ലീറ്റ്സ് വേണ്ട, സൈഡിൽ മാത്രം നമുക്ക് പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. അങ്ങനെ സ്കേർട്ടിൻ്റെ 2 ഭാഗവും പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. അങ്ങനെ നമ്മൾ സ്കേർട്ടിൻ്റെ 2 ഭാഗത്തും 2 സ്കേർട്ടിലും നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ യോക്ക് ഭാഗം ചെയ്യാം. അപ്പം 2ൻ്റെ യോക്ക് ഭാഗം ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിക്ക് ക്യാൻവാസ് വെച്ചോ അല്ലെങ്കിൽ നെക്കടിക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിതുപോലെ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് കനത്തിൽ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ക്രോസ് ഇങ്ങനെ അങ്ങ് തയ്ച്ചു കൊടുക്കും. രണ്ട് നെക്കും. അപ്പം നമ്മൾ നെക്ക് അടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഓരോ കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ചെറിയ കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 നെക്കും അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഹെമ്മിങ് ചെയ്ത് വെക്കണം. അടിയിലോട്ട് ഹെമ്മിങ് ചെയ്ത് വെക്കണം 2 നെക്കും. ഇനി നമുക്ക് അടുത്ത സ്ലീവ് അടിക്കാം. സ്ലീവിൻ്റെ 2 വശവും മടക്കി ഒന്ന് തയ്ക്കണേ. സ്ലീവിൻ്റെ താഴ്ഭാഗം 2 ഭാഗവും മടക്കി തയ്ക്കണം. നമുക്ക് മടക്കി ഇങ്ങനെ തയ്ക്കാം. അങ്ങനെ നമ്മൾ സ്ലീവിൻ്റെ 2 ഭാഗവും താഴ്വശം നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട്. നമ്മൾ സ്ലീവിൻ്റെ 2 ഭാഗവും മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഹെമ്മിങ് ചെയ്തോളാമേ. ഞാൻ പിന്നെയാണ് ഹെമ്മിങ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഈ യോക്ക് ഭാഗവും സ്കേർട്ട് പാർട്ടും കൂടെ ഒന്ന് നമുക്ക് ജോയിൻ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ യോക്കിൻ്റെ സെൻറ്ററും സ്കേർട്ടിൻ്റെ സെൻറ്ററും വെച്ചിട്ട് യോക്കിൻ്റെ സെൻറ്ററും സ്കേർട്ടിൻ്റെ ഈ സെൻറ്റർ ഭാഗവും വെച്ചിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ 2 യോക്കും 2 സ്കേർട്ടും തമ്മിൽ സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ നമ്മൾ സ്കേർട്ടും യോക്കുമായിട്ട് നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഷോൾഡറും 2ൻ്റെ ഷോൾഡർ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യണം. ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുക.
അങ്ങനെ നമ്മൾ രണ്ടിൻ്റെയും ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ഒന്ന് മടക്കി നമുക്ക് ഹെമ്മിങ് ചെയ്യാവുന്നതേ ഉള്ളൂ. എളുപ്പത്തിൽ നമുക്ക് ഇത് ഹെമ്മിങ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമുക്കപ്പോൾ എളുപ്പത്തിൽ ഹെമ്മിങ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് ജോയിൻ ചെയ്യണം. ടോപ്പിൻ്റെ നല്ല വശത്തിൻ്റെ മണ്ടയ്ക്ക് സ്ലീവിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് നല്ല വശവും കൂടെ വെച്ചിട്ട് സെൻറ്റർ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ 2 സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുമില്ല, ഇതിൻ്റെ 2 സ്കേർട്ടിൻ്റെ അടിഭാഗം ഒന്ന് അര ഇഞ്ച് 1 ഇഞ്ചിൽ നമ്മൾ മടക്കി അടിക്കുക 2 ഭാഗവും. എന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്യുക. നമ്മുടെ സ്ലീവ് തമ്മിൽ ചെസ്റ്റ് സ്ലീവ് ഇതെല്ലാം തമ്മിൽ നമ്മളത് ജോയിൻ ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ പാർട്സ് എല്ലാം നമ്മൾ ജോയിൻ ചെയ്യുക. നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അളവനുസരിച്ച് ചെസ്റ്റ് മാർക്ക് ചെയ്യുക, സ്ലീവ് മാർക്ക് ചെയ്യുക, പിന്നെ താഴോട്ട് എല്ലാം മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ലുക്കൊന്ന് കാണാമേ.